നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും എടുത്തു തരാനായിട്ട് ഡോക്ടർ മേരി ജോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് വളരെ വൈദ്യമായി നടക്കും. പിന്നെ എല്ലാവരും ഞാൻ പറയുമ്പോൾ അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കാൻ നമ്മുടെ മുന്നിൽ നടക്കുന്നവരാക്കുക. പിന്നെ അവർക്ക് തന്നെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് മലയാളത്തില് പറയാൻ അത്ര എങ്ങനെ അവരുടെ എല്ലാവർക്കും സഹായിക്കണം. ഇത് ഞാൻ തന്നെ പറയുന്ന കാര്യങ്ങളല്ല, ഒന്നും തന്നെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒന്ന് ആലോചിക്കുന്നു, ഒന്നിച്ചിരുന്ന് വിചിന്തനം ചെയ്യുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ ആ വില, ആ മൂല്യം നമുക്ക് തന്നെ ഒന്ന് അവതാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശ്രമിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന വാക്കുകളുടെ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് ദിവസം എല്ലാവർക്കും ചോദ്യം ഒരു ചോദ്യം പോലെ തോന്നിയേക്കും. പക്ഷെ അതിന്റെ തീയതി ആക്കട്ടെ, എന്നാണ് അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കുന്നത്? പൊട്ടച്ചോദ്യം ഞാൻ പറഞ്ഞില്ല. പൊട്ടച്ചോദ്യത്തിന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ഒരു അല്പം ചരിത്രം ഒന്ന് ചിന്തിച്ചു. ഒരുപാട് ചരിത്രം പറഞ്ഞാലും കുറെ ഞാൻ ശരിയില്ലാക്കാം. പക്ഷെ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഈ വനിതാ ദിനം നമുക്ക് അമ്മമാരുടെ ദിവസമുണ്ട്, അമ്മമാരുടെ ദിവസമുണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, എല്ലാ കുട്ടികൾക്ക് ദിവസങ്ങളും എല്ലാത്തിനും ഓരോ ദിവസങ്ങളുണ്ട്. അതുപോലെ വനിതകൾക്കും കൂടി ഒരു ദിവസം ഉള്ളത് നല്ലത് തന്നെ അല്ലേ? പക്ഷെ എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. അപ്പോ 1908 ന്യൂയോർക്കിൽ വെച്ച് ഒരു വനിതാ ദിന വനിതകളുടെ പ്രതിഷേധ സമരം നടത്തി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അവരാണ് കൂടുതൽ ആദ്യമായിട്ട് മുൻകൈ അവര് പല തരത്തിലുള്ള അസമത്വങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. നമ്മളൊക്കെ പക്ഷെ അവരുടെ കൂടുതൽ അതിനെക്കുറിച്ച് അവയറായി. അസമത്വങ്ങൾ, സ്ത്രീകൾക്ക് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് അവർക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല, ശമ്പളം അതുപോലെ ഇന്നും ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ഇന്നും അതിന് ആവശ്യമായ അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ടാണ്. ആ പ്രതിഷേധ സമരത്തിന് ഈ ഒരു ആശയം കുറിച്ചു വന്നു. അവരുടെ ഇടയിൽ എല്ലാവരും ഇങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ആരംഭം. അപ്പൊ ഈ സ്ത്രീകളെ പ്രതിഷേധ സമരത്തിൽ ഇവര് വന്നു. എന്തുകൊണ്ട് എല്ലാവർക്കും ഓരോ ദിവസങ്ങളുണ്ട്, ഓരോ പ്രധാന ദിവസങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ദിനം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ആശയം. അത് 1908 ന്യൂയോർക്കിൽ വെച്ചു. അതങ്ങനെ ആ മുഷ്കിലിൽ അവിടെ നിന്നു. പക്ഷെ ആശയം അവിടെ കെടാതെ അങ്ങനെ തെളിഞ്ഞു നിന്നു. അത് കഴിഞ്ഞിട്ട് 1910 ക്ലാര സെറ്റ്കിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു സ്ത്രീയാണ്. ജർമ്മനിയിലെ ഇവരൊരു പ്രമേയം, ഒരു രണ്ടാം കോപ്പൻഹേഗൻ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു രണ്ടാം അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ ക്ലാര സെറ്റ്കിൻ ഒരു പ്രമേയം സമർപ്പിച്ചു. ആ പ്രമേയത്തില് അത് വനിതാ ദിനം, ഒരു അന്താരാഷ്ട്ര ഒരു വനിതാ ദിനം വേണമെന്ന് ഉള്ളത് പ്രമേയം സമർപ്പിച്ചു. അത് അധികം നീണ്ടു നിന്നില്ല. അത് ലക്കിലി അതിന് ഒരു വർഷത്തിനുള്ളിൽ, അതായത് 1911 അത് പാസ്സാകുകയും ഡെൻമാർക്കിൽ വെച്ച് ആദ്യമായിട്ട് വനിതാ ദിനം ആഘോഷിക്കുകയും ചെയ്തു. അത് ഡെൻമാർക്കിൽ തോന്നുന്നു, നിങ്ങൾ ഓർക്കണമെന്നില്ല. പാസ്സായി ഡെൻമാർക്കിലേക്ക് ആദ്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1975 ആണ് ആദ്യമായിട്ട് ആഗോളതലത്തിൽ അതായത് യുണൈറ്റഡ് നേഷൻസ് ഈ വനിതാ ദിനം ആഘോഷിക്കാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയും ആഘോഷിക്കാൻ അതിന് തുനിയുകയും ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ആ ഡേറ്റ് നമ്മൾ അത് ആഗോളതലത്തിന്റെ അധ്യക്ഷൻ കിട്ടിയ ദിവസം നമ്മൾ അറിയിക്കുന്നതാണ്. 1975 UN യുണൈറ്റഡ് നേഷൻസ് സ്വീകരിച്ച് അതിനെ ആഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അത് അന്ന് തുടങ്ങിയെന്ന് വരെ പിന്നെ അന്ന്
എല്ലാ തലത്തിലും എല്ലാ രാജ്യങ്ങളിലും അതാണ്. അങ്ങനെ ഇന്ന് നമ്മൾ മാർച്ച് 8-ന് ഇത് അന്താരാഷ്ട്ര ദിനം ആഘോഷമായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക കൺഗ്രാറ്റുലേഷൻ, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ജോലികൾ അപ്പോഴും പെരുന്നാളും ഒക്കെ അല്ലേ, പെരുന്നാൾ ഊട്ടിന്റെ അപ്പോഴൊക്കെ ഉണ്ടായിട്ടും ഇത് നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ നമുക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഇതിനായിട്ട് ഒരുങ്ങി വന്നു അല്ലേ. അപ്പൊ അതിനെല്ലാം ഒരു കയ്യടി വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വനിതാ ദിനം ഇപ്പൊ ഇവരൊക്കെ അന്താരാഷ്ട്ര തലത്തിലും യൂറോപ്പില് കോപ്പറേറ്റില് ജർമ്മനിയില് ഡെൻമാർക്കില് അയർലൻഡിലൊക്കെ നടന്നു. അപ്പൊ ശരിയാണ് വനിതാ ദിനത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളെന്ത് പറയുന്നത്? വനിതാ ദിനം വേണം വേണം. അപ്പൊ അതായത് ഇപ്പോഴും ഇതിന് ആവശ്യമായ കിട്ടിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കിട്ടുന്നുണ്ട്, പക്ഷെ പോരാ അല്ലെ, കുറച്ചുകൂടി വേണം തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത് അന്താരാഷ്ട്ര വനിതാ കാരണം തുടങ്ങിയതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ദിവസം വേണമെങ്കിൽ എന്തിനാണത് പറയുന്നത്? എന്താണ് നമുക്ക് ഇല്ലാത്തത് അല്ലെങ്കിൽ കിട്ടാത്തത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യപ്പെടാം? എല്ലാ തലങ്ങളിലും അല്ലെ, എല്ലാ തലങ്ങളിലും സ്ത്രീകൾ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായ അത് തന്നെ പറയാം പല കാര്യങ്ങളും. അസമത്വം ഞാൻ പറഞ്ഞു, അസമത്വം. പിന്നെ സാമ്പത്തിക തലത്തിൽ നമ്മൾ അത്ര പരിഗണിക്കില്ല. പിന്നെ രാഷ്ട്രീയ തലത്തിൽ നമ്മൾ ഉയർന്നു വരാനുണ്ട് അല്ലെ, വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളർന്നു വരാനുണ്ട്, ജോലി തലത്തിൽ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. എത്രയോ സ്ത്രീകളുണ്ടല്ലേ, ഓരോ ജോലികൾ എന്താ ബിസിനസ്സുകൾ അല്ലെ. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് സോഫി പറയുമായിരുന്നു. അവര് ഹാർഡ്വെയർ പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും സ്ത്രീ എന്ന് പറയുമ്പോ എന്തോ ഒരു അവര് മാറ്റിവെക്കേണ്ട അവിടെ ഒപ്പം പഴയ കാണാൻ അല്ല, അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? മനസ്സിലാക്കുന്ന ചെറിയ സ്ത്രീ നീ വീട്ടിലിരിക്കുന്ന അടുക്കളയിൽ പണി ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഞാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് അറ്റൻഷൻ ഇനി വരാനുണ്ട്. ഇനി അതിനകത്ത് പല കാര്യങ്ങൾ സമത്വം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീ ശാക്തീകരണം അല്ലെ. സ്ത്രീ ശാക്തീകരണം ഒരുപാട് അതിന് അറ്റൻഷൻ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്, നമുക്ക് അഭിമാനിക്കാത്ത ഒരു കാര്യമാണ്. ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ സംരംഭങ്ങളാണ് നടക്കുന്നത്? മഹിളാ ശാക്തീകരണം, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ ഹോസ്റ്റലുകൾ വിമൻസ് ഇവിടെ മാത്രം അറ്റൻഷൻ കൊടുക്കാനും അവർക്ക് എന്താ പറയുക സുരക്ഷിതത്വം നൽകാനും നല്ലൊരു സ്ഥലം സേഫ് ആയിട്ട് ചെയ്ത് താമസിക്കാനും വർക്ക് ചെയ്യാനും പറ്റിയൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. സ്ത്രീ സമൃദ്ധി യോജന കേന്ദ്ര ഗവൺമെന്റ് തലത്തിലാണ് കൂടുതലും നടക്കുന്നത്. അപ്പൊ ആ കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നത് കുറേയൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും നമുക്ക് എത്രമാത്രം നമ്മൾ ഉപകാരപ്പെടുത്താമോ അതൊക്കെ ഉപകാരപ്പെടുത്തുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് അതായത് പുറത്തു നിന്നുള്ള ഓരോ സംരംഭങ്ങൾ, അതായത് പുറത്തുനിന്നില്ല അതിന് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക നമ്മളത് നമ്മൾ സ്വയമായിട്ട് വളരാനായിട്ട് ശ്രമിക്കും. ഇനി ഒരു ഇത് പറയാനുള്ളത്, പുറത്തു നിന്നുള്ള പ്രയത്നങ്ങൾ നമ്മളെ എത്രമാത്രം ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ഇതിലാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് തിരിച്ചു പോകണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ ശാക്തീകരണം എന്താണ്? എല്ലാവരും കൂടി പറയുന്നത് ഇന്ററാക്റ്റീവായിട്ട് സ്ത്രീ ശാക്തീകരണം. ആ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. സ്ത്രീകളെ ശക്തിപ്പെടുത്തുക, മുന്നോട്ട് കൊണ്ടുവരിക, ശക്തിപ്പെടുത്തുക അല്ലെ. ശാക്തീകരണം ശക്തിപ്പെടുത്തുക.
സ്വയം പര്യാപ്തിയാകുക. സ്വയം പര്യാപ്തിയാകുക. സ്വയം പര്യാപ്തിയാകുക. താങ്ക് യു ചേട്ടാ. ശ്രീ 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 നമുക്ക് അവരെ വേണമല്ലേ? നമ്മൾ തന്നെ എല്ലാവരും പറഞ്ഞാൽ ശരിയാവില്ല. അവർ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം കിട്ടി. താങ്ക് യു. അപ്പൊ സ്ത്രീകൾ നമ്മൾ സ്വയം പര്യാപ്തരാകണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഈ ശക്തി എന്നുള്ള വാക്ക് നമുക്ക് നോക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ സ്ത്രീ ശക്തിമതികളാണ്, ശാക്തീകരിക്കണം എന്ന് പറയുമ്പോൾ എന്റെ ചോദ്യം, സ്ത്രീകൾ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകളെ ശക്തിപ്പെടുത്തണം എന്ന് പറയും. ആരെങ്കിലും അതിനോട് യോജിക്കാത്തവരുണ്ടോ? യോജിക്കുന്നില്ല. സ്ത്രീകളെ ശക്തിപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നു. സ്ത്രീകളെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? സ്വയം ശക്തരാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സ്വയം ശക്തരാണ്. നമ്മൾ ആരും ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ നമ്മള് ശക്തരാണ്. അത് എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് സ്വയം മനസ്സിലാക്കുന്നില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കുന്നില്ല. നമ്മൾ ശക്തരാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം മറ്റുള്ളവരെ താക്കുകയെന്നല്ല കേട്ടോ. പുരുഷന്മാര് താക്കാനായി അവരെല്ലാം നമ്മളെ അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. നമ്മളെല്ലാവരും ഓരോ വ്യക്തിയും അവരുടേതായ വില നമ്മൾ കൊടുത്തു വേണം ജീവിക്കാൻ. കുഞ്ഞുങ്ങൾക്ക്, പുരുഷന്മാർക്ക്, പേരൻസിന്, എല്ലാവർക്കും. നമ്മൾ സ്ത്രീകൾ എന്ന് വെച്ചാല് പുരുഷന്മാരെ കൊണ്ട് തന്നെ നമ്മളും മനുഷ്യരാണ് അല്ലെ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉയരേണ്ടത് സ്ത്രീകളല്ല, നമ്മൾ ഓരോരുത്തരും. ഞാൻ എന്റെ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്റെ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് കവർ പേജിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ്: സ്ത്രീകൾ നമ്മൾ ഉയരുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാല് വി റൈസ് ബൈ റേസിംഗ് അതേഴ്സ്. അതായത് നമ്മൾ ഉയരുന്നത് മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ടായിരിക്കും. ഒരിക്കലും ആരും ചവിട്ടി താത്തിക്കൊണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മതം ഈ ഭൂമിയിൽ നമ്മളൊക്കെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ഒരേ ഒരു ജീവിതമാണ് അല്ലേ? ഇപ്പൊ ഹിന്ദുസിനെ വിശ്വസിക്കുന്നുണ്ട്, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണം അതിനെക്കുറിച്ച് അറിയില്ല. ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശരിക്കും പോകുന്നത് തിരിച്ചു വരേണ്ടത്. അത് നമുക്ക് പിന്നീട് ഇനിയൊരു അവസരം അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ തിരിച്ചു വരേണ്ടത്. അപ്പൊ പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പഴയ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അറിയാതെ നമ്മളുടെ പക്ഷെ അറിഞ്ഞ് നമ്മള് എനിക്ക് എന്റെ പഴയ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അതായിരുന്നു, അങ്ങനെ ഒരിക്കലും ജീവിക്കുന്നു. അങ്ങനെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ഒരേ ഒരു ജീവിതം അല്ലെ? ആ ഒരു ജീവിതം നമ്മള് പറ്റുന്ന അത്രയും നല്ല ശക്തിയോടും നല്ല സ്നേഹത്തോടും ശ്രമിച്ചുകൊണ്ട് നമുക്ക് നല്ല മനസ്സോടുകൂടി നല്ല ആരോഗ്യം, നല്ല ജീവിതം, നല്ല എല്ലാം നല്ലതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു സാധ്യത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ശക്തരാണ്. ആ ശക്തിയെ കുറിച്ച് നമ്മളൊന്ന് അവബോധരാവണം. നമ്മളത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ശ്രമം നടത്തണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ ശ്രമങ്ങളൊക്കെ ഒന്ന് നല്ലൊരു പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു തലത്തില് പ്രവർത്തിക്കാൻ ഉയർന്നു വരണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആരോഗ്യം വേണം. അതാണ് ഇന്നത്തെ സ്ത്രീ ശക്തീകരണത്തില് ആരോഗ്യത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആരോഗ്യവതികളാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എല്ലാ തലങ്ങളിലേക്കും ഉയർന്നു വരാൻ സാധ്യതയുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധ വന്നോ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശക്തി നമുക്ക് ഉള്ള ശക്തിയെ മുന്നിലോട്ട് കൊണ്ടുവരാനും നമുക്ക് എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനും നമ്മുടെ കുടുംബത്തിനും അവിടെയാണ് നമ്മുടെ ആരോഗ്യം അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെ സ്വന്തമായ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, സമൂഹത്തില്, അങ്ങനെ ലോകത്തിന് മൊത്തമായിട്ട് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനവും നല്ല ഉപകാരപ്രദമാകുള്ളൂ. അതിന് നമ്മുടെ ആരോഗ്യത്തെ ശ്രമിക്കണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്റെ ഒരു ചോദ്യം, എത്ര തരത്തിലുള്ള ആരോഗ്യമുണ്ട്? എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യമുണ്ട്? മാനസികാരോഗ്യം വെരി ഗുഡ്, ശാരീരിക വെരി ഗുഡ്. സോ അതൊരു പുതിയ അറിവല്ല. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഇത് ഞാൻ പുതിയതായിട്ടൊന്നും പറയാൻ പോകുന്നതല്ല, പക്ഷെ നമ്മളെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നമുക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യമുണ്ട് അല്ലെ? മാനസികമായ ആരോഗ്യത്തിന് ശാരീരികമായ ആരോഗ്യം. മാനസികമായ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ശരിക്കും
പല രോഗനിർണയം ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗനിർണയം നടത്തി അത് അതിൻ്റെതായ ഡോക്ടറിന്റെ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ആവശ്യം വരുമ്പോൾ അത് വേറൊരു തലത്തിലാണ്. അല്ലാതെ നമ്മളുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ലൈഫിലൊക്കെ പേഴ്സണൽ ലൈഫില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം എന്ന് പറയുമ്പോഴും സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? സ്ത്രീകൾ മാത്രം പീരീഡ്സിന്റെ പീരീഡ്സിന്റെ ആർത്തവ സമയത്തും ആർത്തവത്തിന് തൊട്ട് മുമ്പുമുള്ള ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെയധികം ആശ്വസ്തകൾ സ്ത്രീകൾ അനുഭവപ്പെടുന്ന കാര്യം നമുക്കതിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, എനിക്ക് USA പഠിച്ച ഒരാളാണ്, പെണ്ണിനെ പോലെ ജീവിച്ച് വർക്ക് ചെയ്ത് മരിച്ചു പോയാൽ മരിച്ചതാണ്. പക്ഷെ അവർ പറയുന്നൊരു കാര്യം, എനിക്ക് സ്ത്രീകൾക്ക് പീരീഡ്സ് എനിക്ക് ദൈവത്തിനോട് ദേഷ്യം അതൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തിനാണ് അപ്പം നമുക്ക് എന്തായാലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ പക്ഷെ നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മളോടൊപ്പം പുരുഷന്മാരും അവെയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഒന്ന് അതിജീവിച്ച് അതിനെ ഒരു പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് അവെയർ ആകണം. അതുപോലെ തന്നെ വേറെ സ്ത്രീകൾ മാത്രം അനുഭവപ്പെടുന്ന അസ്വസ്ഥങ്ങൾ എന്തുവാ? പ്രഗ്നൻസി അല്ലെ, ഗർഭാനന്തരം ഉണ്ടാകുന്ന ഒരു അതായത് ഒരു വിഷാദ രോഗം, ഉത്കണ്ഠ രോഗം, മാനസിക അസ്വസ്ഥത, അതൊക്കെ ഇതൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നാച്ചുറൽ പറയില്ല, നോർമലായിട്ട് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന പക്ഷേ പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം. അതുപോലത്തെ കാര്യം കൂടി സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന ഒരു സംഭവം മെനോപോസ്. ആർത്തവം നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിൽക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് തുടങ്ങിയേ ഇതിന്റെ അസ്വസ്ഥതകൾ. അത് ഒരു മനുഷ്യരും പറഞ്ഞാൽ അറിയാതെ എത്രമാത്രം അത് അസ്വസ്ഥ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ആ മെനോപോസിന് മെനോപോസ് പീരീഡ്സ് നിൽക്കുന്നതിന് കുറച്ചു നാൾ മുമ്പേ തുടങ്ങും ഈ അസ്വസ്ഥതകൾ. അതായത് ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. പറയുന്നത് ഉഷ്ണം ചൂട് അനുഭവപ്പെടുന്നത്. അത് എന്തെന്ന് പറയാൻ ആ സെന്റിനാണ് ഈ ചൂട് വന്നിട്ട് ഭയങ്കരമായ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഓടി കയറി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഇരിക്കാൻ തോന്നും. അതുപോലത്തെ ഒരു അസ്വസ്ഥയാണ്. അപ്പൊ ആരെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുന്നുള്ളത് പക്ഷെ നമ്മളതിനെ അവയറായിരിക്കും. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കി വേണം ഇതിലുണ്ടാവുക അതിന്റെ കെയർ എടുക്കണം. എപ്പോഴും വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ആണെങ്കിൽ ഈസ്ട്രോജൻ തെറാപ്പി, ഈസ്ട്രോജൻ ടാബ്ലറ്റ് എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യും. നമ്മുടെ നാട്ടില് മെഡിക്കൽ ലൈൻ അതായത് അതിനെ സ്വീകരിച്ചിട്ടില്ല. അതിന് പല നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, പല ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈസ്ട്രോജൻ തെറാപ്പി ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഈസ്ട്രോജൻ എടുത്ത് നമുക്ക് അതിന് കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അത് വർഷങ്ങൾ നീക്കുന്ന ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ അങ്ങനെ പല അസുഖ സ്ത്രീകളും മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഇനി ഇതിനെയൊക്കെ അല്പം കൺട്രോൾ ചെയ്യാനായിട്ട് അത് മാത്രമല്ല ഞാൻ വേറെ കുറെ കാര്യങ്ങളും കൂടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്നതും പിന്നെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ അനുഭവം, ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം അത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കും. നമ്മുടെ എല്ലുകളെയൊക്കെ ബാധിക്കും. അതായത് പീരീഡ്സ് നിന്നിട്ട് മെനോപോസ് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ഹോർമോണിന്റെ വ്യത്യാസങ്ങളും കൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ അസ്വസ്ഥതകളും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളതിനെ സൈക്കിളിൽ വരുന്നത് അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. അപ്പൊ ഈ ഹോർമോണൽ ചേഞ്ചസ്, ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഷുഗർ, പഞ്ചസാര, പറയാൻ പറ്റിയ പോയിന്റ് അല്ല, എന്നാലും കൂടി ഞാൻ പറയുകയാണ്. പഞ്ചസാരയുടെ അളവ് മധുരം നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ എടുപ്പിനെ കുറച്ചാൽ, അതായത് ചായയിൽ കാപ്പിയിൽ ഒക്കെ നമ്മൾ പഞ്ചസാര ഇല്ലാതെ കഴിച്ചാൽ, അതുപോലെ മീറ്റ് ഐറ്റംസ്, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് കുറയ്ക്കുക. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ട് വെജിറ്റബിൾസ്, കുറെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ വെജിറ്റബിൾസ് ആണ് ഏറ്റവും നല്ലത്. അതായത് കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ള കുറെ, പിന്നെ പപ്പായ, അതായത്
പലരും എല്ലാവർക്കും ധാരാളമുള്ള സംഭവമാണ് പപ്പായൊക്കെ. നമ്മൾ അത് ഉപയോഗിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചോറ് അരി ഐറ്റംസ് കുറയ്ക്കുക. അതൊക്കെ കുറച്ചിട്ട് നമ്മൾ മറ്റുള്ള ഇപ്പോൾ ഗോതമ്പ് കൂട്ടിയിട്ട് കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പിന് അതിൻ്റെതായ ദൂഷ്യങ്ങളുണ്ട്. പക്ഷേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ചേർത്താൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ ചായ കാപ്പിയൊക്കെ കുറയ്ക്കാൻ പറ്റിയാൽ അത് വളരെയധികം സഹായിക്കും. ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെ മറ്റൊന്ന് ബാലൻസ് ചെയ്യാൻ. ഇതോടൊപ്പമൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറെ ചെറിയ എക്സസൈസുകൾ, വ്യായാമങ്ങളുണ്ട്. ഒരു 4 കാര്യങ്ങൾ. വ്യായാമം തന്നെയല്ല, മനസ്സിനെ ഏറ്റവും പറഞ്ഞ് മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാനസികമായ ആരോഗ്യവുമായ ശാരീരികവുമായ ആരോഗ്യത്തിന് ഒരുപോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചു പോകുന്നത്. അപ്പൊ 4 കാര്യങ്ങളിലൊക്കെ 4 അതെന്തൊക്കെയാണ്? ഒന്ന്, ചെറുതും വലുതുമായ വ്യായാമങ്ങൾ. വലുതായ വ്യായാമങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുതും അറിയാം, എല്ലാവർക്കും അറിയാം. വലുതായ കുറെ വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ളത് നടത്തി അല്ലേ? എല്ലാവരും നടക്കുന്നത് വിചാരിക്കും എന്തിനെ വ്യായാമം വരുന്നത്, എന്തിനെ വ്യായാമം. ഞങ്ങൾ എപ്പോഴും പണ്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ലോണം പോയി ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ? അതിന് മാത്രം ജോലി നമുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ വസ്തു ഉപയോഗിച്ചവരാണെങ്കിലും മറ്റുള്ള വലിയ ജോലികൾ ചെയ്യും. സ്ത്രീകൾക്ക് കൂടുതലും വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് സംഖ്യാണെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. നമുക്ക് ഇനിയും വ്യായാമത്തിന്റെ ആവശ്യമുണ്ട്. എന്താ നമ്മൾ പറയുന്നത്? വീട്ടിൽ ധാരാളം ജോലി ചെയ്യുന്നവർക്ക് വ്യായാമത്തിന്റെ ആവശ്യമുണ്ട്. എന്തിനാണ് ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാനും അതിനോട് യോജിക്കുന്നു. എന്തിനാണ് നമുക്ക് വ്യായാമം? വീണ്ടും ഇത്രയും ജോലി ചെയ്ത് പിന്നെ എന്തിനാ? മനസ്സിന്റെ റിലാക്സേഷൻ. വെരി ഗുഡ്. മനസ്സിന്റെ റിലാക്സേഷൻ പ്ലസ് ഒരു കാര്യം കൂടി, നമ്മുടെ വീട്ടുജോലികളൊക്കെ എന്താ പറയാ, കുക്കിങ്, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കല്, അടിക്കുന്ന തുന്നല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചില മസിലുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ കുറെ മസിലുകളുണ്ട് നമ്മളുടെ എങ്ങും അറിയുമ്പോഴില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളോടൊന്നും പോയി കിടന്നാൽ മതി എന്ന് വിചാരിച്ച മസിലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് സൂത്രക്കാരായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കും ചില ഭാഗങ്ങളിലെ. അവരെ കൂടി നമുക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. അവരെ കൂടി നമുക്ക് യൂസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്. പലത് ചെറുതുമായ വ്യായാമം. ഈ വലുതായ വ്യായാമം എന്തൊക്കെയാണെന്ന് ചോദിച്ചു. നടത്തിയെ കുറിച്ചാണ് ഇതിൽ കഴിഞ്ഞു വരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അപ്പൊ നടത്തി വലുതായ വ്യായാമം എന്ന് പറയാം. ഓട്ടം അല്ലെ? ഓട്ടം, ജോഗിങ്, ജമ്പിങ്, ബാഡ്മിന്റൺ, പിന്നെ എന്തൊക്കെ മെഷീനുകളാണെന്ന് എനിക്കറിയുന്ന സൈക്ലിംഗ് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വലുതായ വ്യായാമങ്ങളാണ്. വളരെ നല്ലതാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് ഡെയിലി പറ്റുന്ന ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ 2 ദിവസം മാറ്റി 2 ദിവസമെങ്കിലും, അതും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം. ഇവിടെ വലിയ ഇവിടെയോ ഇവിടെ വരണോന്നില്ല, എവിടെയെങ്കിലും ചെയ്യാൻ പറ്റും. ചെയ്യാണെങ്കിൽ സ്വന്തം നമുക്ക് നമ്മുടെ ഈ കൊച്ചു വഴികളൊന്നും അധികം ട്രാഫിക്കില്ല. അത് നമ്മുടെ വീട്ടില് ചുറ്റും മിറ്റത്തൂടെ നമുക്ക് ഓടാൻ പറ്റിയാലും അത് നല്ല കാര്യം അങ്ങനെ ചെയ്യാം. അപ്പൊ അത് വലുതായ ഇനിയൊക്കെ വന്നതുകൊണ്ട് ചെറുതായ ചില വ്യായാമങ്ങളാണ് ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ചെറുതും വലുതുമായ വ്യായാമമാണ്. ചെറുതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഈ 4 പോയിന്റുകൾ എന്തൊക്കെയാണ് ഒന്ന്, വ്യായാമം. പതിവായ വ്യായാമം നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. മടി കൂടാതെ ഇന്ന് തുടങ്ങി നമ്മൾ സ്വയമായിട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. അതുകൂടാതെ പിന്നെ മെന്റൽ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ് നമുക്ക് മനസ്സിന് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള, അതായത് സമ്മർദ്ദം, മനസ്സിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ. അത് ഈ വ്യായാമത്തിന് നമുക്ക് സാധിക്കും. നമ്മുടെ മെന്റൽ റിലാക്സേഷന് വ്യായാമത്തിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ ധ്യാനം എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും പള്ളിയിൽ ഇങ്ങനെ ധ്യാന ഗ്രൂപ്പിൽ വന്ന് അച്ഛന്മാരെയും ധ്യാനം ചെയ്യുന്ന ധ്യാനമായിരിക്കാൻ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കുക. അതല്ലാതെ ഒരു ധ്യാനമുണ്ട്, മെഡിറ്റേഷൻ. എക്സാക്ട്ലി മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് പള്ളിയോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലം വേണോ? വേണ്ട. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ബെഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെന്നില്ല. നമ്മുടെ കസേരകൾ അതിന് സ്വയമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കാട്ടിയാലൊക്കെ പുഴയിലെ മുറ്റത്ത് ഇറങ്ങി നമ്മളറിഞ്ഞ് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ എവിടെയാണ് നിങ്ങൾക്ക് നല്ല സ്ഥലമൊക്കെ
സമയം ചെയ്യണം ധ്യാനം? 1 hour എക്സലന്റ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. പക്ഷെ 1 hour എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 minutes, ഒരു 5 minutes. ഇനി അതും പറ്റിയില്ലോ, 1 minute ചെയ്യാമോ? എല്ലാവർക്കും ചെയ്യാം. 1 minute അല്ലെങ്കിൽ 5 minute എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫോൺ ഓഫ് ആക്കുക, അല്ലെങ്കിൽ സൈലൻസ് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഫോൺ മാറ്റി വയ്ക്കുക. ഫോണിൽ എപ്പോഴും നമ്മൾ ധ്യാനത്തിന് തിരഞ്ഞെടുക്കാതിരിക്കുക. നമുക്ക് സ്വയം നമുക്ക് സമയം കിട്ടുന്നു, ഫ്രീ ആയിട്ട് ആരും കൊടുക്കില്ല എന്നുള്ള സമയത്ത് നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്ന് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ കേൾക്കാത്ത സ്ഥലത്ത് പോയിരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്താലാവും. ചാരി ഏതാണ് നിങ്ങൾക്ക് സുഖമായ ഒരു സുഖാസനം എന്ന് പറയാ, സുഖാസനം തിരഞ്ഞെടുക്കുക. ചാരി നടുവേദിയൊക്കെ ചാരി ഇരുന്നിട്ട് നിങ്ങൾ കൈ രണ്ടും നല്ല റിലാക്സ് ചെയ്തിട്ട് തൂക്കിയിടുമെങ്കിൽ തൂക്കിയിടാം, മടിയിൽ വരികയും എന്താണ് നിങ്ങൾക്ക് അത് ഭാരമാകരുത്. നിങ്ങൾ കൈ എങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് ഒരു ഭാരമാകരുത്. അവള് തുറന്നിട്ടുണ്ട്, ഇവള് തുറന്നിട്ട് അങ്ങനെയല്ല. നമ്മൾ സമയം ഉപയോഗിക്കുന്നത് ഒരുപാട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൊച്ചുമക്കൾ കുറച്ച് നേരം ഒന്നും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് സൗകര്യങ്ങൾ അങ്ങനെ ഇരുന്നത് കേട്ടോ. കാരണം എനിക്ക് ചിലപ്പോൾ നമുക്കിങ്ങനെ മുട്ടി പിടിക്കുന്ന മസിലുകളെ ടൈറ്റാക്കി പിടിക്കുന്ന ഒരു പൊസിഷൻ. അതുകൊണ്ടാണ് കൈ റിലാക്സ് തൂക്കിയിട്ടാലും ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഏറ്റവും നമ്മള് അത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നിന്ന് പതുക്കെ ഞാൻ ഒരു ഗൈഡൻസ് നൽകുമ്പോഴേക്കും അതുപോലെ നിന്ന് ചെയ്യണം. അപ്പൊ എല്ലാവരും പതുക്കെ കണ്ണടക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇനി കണ്ണടക്കുക. കണ്ണടച്ച് നല്ല പോലെ ഒന്ന് ശ്വാസം ദീർഘശ്വാസം വിടുക. നിങ്ങൾ ശ്വാസം വിടുന്നത് നിങ്ങൾ വയറ്റി നമ്മൾ സാധാരണ ലങ്സിനാണെങ്കിൽ ലങ്സ് തന്നെയാണ് നമ്മുടെ ശ്വാസത്തെ കൺട്രോൾ ചെയ്തതെങ്കിലും നമ്മുടെ വയറും കൂടി നമ്മളൊന്ന് പ്രസ് ചെയ്യണം. നമ്മൾ നീട്ടി ശ്വാസം അകത്തേക്ക് ഇപ്പം വയർ പ്രസ് ചെയ്യണ്ടോ. നേരെ ശ്വാസം വലിച്ചിട്ട് വയറൊക്കെ നടന്നു വരുന്നത് തോന്നട്ടെ. ഒന്ന് ശ്വാസം പുറത്തേക്ക് ശ്വാസം വയറും കൂടി ഒന്ന് പ്രസ് ആയിട്ടുണ്ട്. ഇനി ശ്വാസം അകത്തോട്ട് ഇതുപോലെ ഒരല്പസമയം നമ്മൾ ശ്വാസം ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ് എൻ്റെ സംസാരം. റോഡിലൂടെ വണ്ടി പോകുന്നത്, പക്ഷികളുടെ ശബ്ദങ്ങൾ അവിടെ